Okay, now we know different built-in data types in C: char, integer, float, double. Okay, so char ന്റെ keyword എന്തായിരുന്നു? char, integer ന്റേത് int, float ന്റേത് float, double ന്റെ double. Okay, ഇനി ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് സ്ട്രിങ്സ് ആയി വരുന്നത് ഇത് പെർസെൻറ്റേജ് സി, ഇത് നമുക്ക് ഓൾറെഡി അറിയാം, പെർസെൻറ്റേജ് ഡി, ഫ്ലോട്ട്, പെർസെൻറ്റേജ് എഫ് ആൻഡ് ഡബിൾ, പെർസെൻറ്റേജ് എൽ ഡി, സോറി എൽ എഫ്. ഐ തിങ്ക് നമുക്കിതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. പെർസെൻറ്റേജ് എൽ എഫ് തന്നെയാണെന്ന് തോന്നുന്നു, നോക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ കൈൻഡ്സ് ഇൻ സി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ സി. നമ്മളൊരു ലോങ് ക്ലാസിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. സോ ഡേറ്റ കൈൻഡ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് കോൺസ്റ്റൻസ് ഓർ ലിറ്ററൽസ്. ഇനി ഇത് 1 by 1 ആയിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് നമ്മൾ നോക്കുന്നതാണ്. ആൻഡ് റിസർവ് കീവേഡ്സ്. കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയില്ലേ, a = 5, b = 6 എന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചാൽ ദേ ആർ കോൺസ്റ്റൻസ്. ഇനി ഇതിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ജസ്റ്റ് നൗ. റിസർവ്ഡ് കീവേഡ്സ് ഞാൻ പറഞ്ഞിരുന്നു, വൈറ്റ് കളറിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കീവേഡ്. വോയിഡ് നമുക്ക് വൈറ്റ് കളറിൽ വന്നു, ഇൻറ്റ് വൈറ്റ് കളറിൽ വന്നു, ഫ്ലോട്ട്. സോ ഇങ്ങനെ ഒരുപാട് കീവേഡ്സ് ഉണ്ട് ഇതിനകത്ത്. ആൻഡ് ഡീലിമിറ്റേഴ്സ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ യൂസ് ചെയ്ത കേളി ബ്രേസസ്, ഹാഷ് എന്നൊക്കെ പറയുന്ന ഡീലിമിറ്റേഴ്സ് ആണ്. ആൻഡ് വേരിയബിൾസ് ആൻഡ് ഐഡന്റിഫയേഴ്സ്. വേരിയബിൾസ് നമ്മൾ എ എന്ന് പറയുമ്പോൾ വേരിയബിൾസ് ആണ്. അതായത് നമ്മളിപ്പോൾ a = 5 എന്ന് പറയുമ്പോൾ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഇൻറ്റ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കാം? 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വേരിയിങ് ആണ്. സോ വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഈ കോൺസ്റ്റൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. കോൺസ്റ്റൻസ്, ന്യൂമറിക് കോൺസ്റ്റൻസ് ഉണ്ട്, ക്യാരക്ടർ കോൺസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഹലോ വേൾഡ് എന്ന് പറയും, സ്ട്രിംഗ് കോൺസ്റ്റൻസ് ഉണ്ട്. ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രിന്റ് ചെയ്ത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഇസ് എ സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് വീണ്ടും നോക്കാം. ന്യൂമറിക് കോൺസ്റ്റൻസിനെ ഇനിയും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇന്റിജർ കോൺസ്റ്റൻസ് എന്നും റിയൽ കോൺസ്റ്റൻസ് എന്നും. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ മറന്നു പോരുത്. ആദ്യം നമ്മൾ കോൺസ്റ്റൻസ്, റിസർവ് വേർഡ്സ്, കീവേഡ്സ്, ഇതൊരു ഈ ഒരു ഫോമിൽ, ഒരു ഹൈറാർക്കിക്കൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓർത്ത് വെക്കാൻ കഴിയും. ഹിയർ ഐ ഡോണ്ട് ഹാവ് ഇനഫ് സ്പേസ്. കോൺസ്റ്റൻസ്, റിസർവ്ഡ് കീവേഡ്സ്, ഡിലിമിറ്റേഴ്സ്, വേരിയബിൾസ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ഫോം ചെയ്ത് വെക്കണേ, കാരണം എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ ഈസിയാവും. ആൻഡ് കോൺസ്റ്റൻസിന് വീണ്ടും ന്യൂമറിക്കൽസ്, ക്യാരക്ടർ കോൺസ്റ്റൻസ് ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റൻസ്. ന്യൂമറിക് കോൺസ്റ്റൻസിന് വീണ്ടും ഇന്റിജർ കോൺസ്റ്റൻസ് ആൻഡ് റിയൽ കോൺസ്റ്റൻസ്. ഓക്കെ, ഇനി ഇതിനെ ഇന്റിജർ കോൺസ്റ്റൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡെസിമൽ ഇന്റിജർ കോൺസ്റ്റൻസ്, ഒക്ടൽ ഇന്റിജർ കോൺസ്റ്റന്റ് ആൻഡ് ഹെക്സാഡെസിമൽ ഇന്റിജർ കോൺസ്റ്റൻസ്. ഈ ടേംസ് എല്ലാം പരിചയം ഉണ്ടായിരിക്കും, നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഡെസിമൽ ഇന്റിജർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് സീക്വൻസ് ഓഫ് 0 to 9. ഓക്കെ, അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പേഴ്സ് ആണ് ഡെസിമൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് വേണമെങ്കിൽ നമുക്ക് സൈനും കൊടുക്കാം. ഓക്കെ, അതായത് പ്ലസ് ഓർ മൈനസ് സൈൻ, അതായത് +9 എന്ന് പറയാം. +9 ഈസ് നോട്ട് കമ്പൽസറി, ബട്ട് -9 ആണെങ്കിൽ നമുക്ക് -9 എന്ന് തന്നെ പറയണം. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് സൈൻ ദ കോൺസ്റ്റന്റ് ഈസ് അസ്യൂംഡ് ആസ് പോസിറ്റീവ്. ആൻഡ് ഹിയർ കോമ, ഓക്കെ, ആൻഡ് ബ്ലാങ്ക് സ്പേസസ് ആർ നോട്ട് പെർമിറ്റഡ്. ഇതിപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പറിന് പറയുകയാണെങ്കിൽ 1000 നമ്മൾ പലപ്പോഴും ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ കോമ കൊടുക്കാൻ പാടില്ല. ഓക്കെ, പകരം നമ്മൾ എന്ത് എഴുതണം? 1000 എന്ന് തന്നെ എഴുതണം. അതുപോലെ ബ്ലാങ്ക് സ്പേസ് ഒന്നും അറിയാണ്ട് വന്നു പോകരുത്. ഹിയർ ഇൻ സി നമ്മൾ സിൻടാക്സ് ഇസ് കമ്പൽസറി. അതിൻ്റെ ആ ഒരു കറക്റ്റ് സിൻടാക്സ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എറേഴ്സ് കാണിക്കും. ഓക്കെ, ആൻഡ് സം മോർ എക്സാമ്പിൾസ് ആർ ഗിവൺ ഹിയർ. Something like 456 is a valid decimal. Here it is important. Valid decimal integer ആണ്. And -123. And invalid ഇവിടെ തന്നിട്ടുണ്ട്. Invalid decimal integer
4.56 എന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആയത്? യെസ്, ഡെസിമൽ പോയിന്റ് is not allowed, and here 1,23, are also not permitted. Okay, so next we are moving to the next classification, that is octal integer constant. Okay, ഒരു octal നമ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 to 7 വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ octal നമ്പർ എന്ന് പറയുന്നത്. It may have an optional positive or negative signs. ഇനി this is important. ഒരു നമ്പർ octal ആണെന്ന് നമ്മുടെ കമ്പൈലറിന് മനസ്സിലാവുന്നത് ഒരു 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ്. സോ 01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? octal ആണ്. 08 octal ആണോ? അല്ല, കാരണം 7 is not a valid octal number. Okay, സോ നമുക്ക് കുറച്ച് വാലിഡ് ആൻഡ് ഇൻവാലിഡ് octal നമ്പേഴ്സ് നോക്കാം. വാലിഡ് എന്ന് പറയുന്നത് നോക്കാം, 0, 4, 5, 6 എന്ന് പറയുമ്പോൾ this is valid octal number because 0 precedes it. Again, sign ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 0 precede ചെയ്യുന്നതുകൊണ്ട് this is a valid octal number, but this is also a valid octal number. What about this? This is not a valid number because the reason is given here. Decimal point is not permissible and comma are not permitted, and x എന്ന് പറയുന്ന ഒരു സിമ്പിൾ വന്നു, x is not permissible symbol, and 5, 6, 8 എന്ന് പറയുമ്പോൾ again is not a decimal number. Why? Suppose here is a 0 also. Okay, 0 ഉണ്ടെങ്കിലും this is not a valid octal integer because 8 is not a octal number. Okay, and now comes to hexadecimal integer constant. Okay, we know that we have already learned 0 to 9 വരെയുള്ള നമ്പേഴ്സും 8 to z വരെയുള്ള സിമ്പിൾസ് അല്ല, 8 to f വരെയുള്ള സിമ്പിൾസ് ആണ് കേട്ടോ, അല്ലേ? 8 to f വരെയല്ലേ നമുക്ക് ഉള്ളത് ഹെക്സാഡെസിമലിൻ്റെ അകത്ത്. ഓക്കെ, ആൻഡ് ഇറ്റ് മേ ഹാവ് പ്ലസ് ഓർ മൈനസ് സൈൻ, ആൻഡ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾസ് 0 capital X or 0 small letter x. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റോ അല്ലെങ്കിൽ കോമ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസ് ആർ നോട്ട് അലൗഡ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇങ്ങനൊരു നമ്പർ തന്നിട്ട് ദിസ് ഇസ് ചെക്ക് വെദർ ദിസ് ഇസ് എ ഹെക്സാഡെസിമൽ ഇൻഡിജർ കോൺസ്റ്റന്റ് എന്ന് ചോദിക്കും. സോ ഹിയർ ഇറ്റ് ഈസ് ആൻ ഇൻഡിജർ, ഹെക്സാഡെസിമൽ ഇൻഡിജർ, because 0x ഇതിനെ പ്രസീഡ് ചെയ്യുന്നുണ്ട്. This is also even capital ആണെങ്കിലും അതെ. And you can see letters like A and B in these examples. And what about these? Here decimal point is not permissible and comma is not permissible. Okay, so these are what? So നമ്മള് ഇൻഡിജർ കോൺസ്റ്റൻസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തു? ഇൻഡിജർ കോൺസ്റ്റൻസിനെ ഡെസിമൽ ഇൻഡിജർ കോൺസ്റ്റൻസ്, octal integer constants and hexadecimal integer constants. So നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നോക്കുക. കോൺസ്റ്റൻസ്, റിസർവ് കീവേഡ്സ്, ഡിലിമിറ്റേഴ്സ് ആൻഡ് വേരിയബിൾസ്. ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ന്യൂമറിക്, ക്യാരക്ടർ കോൺസ്റ്റൻസ് ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റൻസ്. ഇതിനെ വീണ്ടും ഇൻഡിജർ ആൻഡ് റിയൽ കോൺസ്റ്റൻസ്. ഇൻഡിജർ ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇൻ ദിസ് വീഡിയോ. ഡെസിമൽ, octal ആൻഡ് ഹെക്സാഡെസിമൽ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് റിയൽ കോൺസ്റ്റൻസിനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.